കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയറിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ പ്രോഗ്രാം പാരഡിംഗ്. എന്താണ് പ്രോഗ്രാം പാരഡിംഗ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പ്രോഗ്രാം എഴുതുന്നതിനുള്ള ഒരു മെത്തേഡ്, ഒരു രീതി നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് പ്രൊസീജറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. എ പ്രോഗ്രാം പാരഡിംഗ് denotes the way in which program is organized. If the program is very small, there is no need to follow any organizing principle. But as it becomes large, some measures have to be taken for managing and for reducing complexity. അതായത് ഈ രീതി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. വലിയ പ്രോഗ്രാമൊക്കെ ചെറുതാക്കി മാറ്റുന്നതിനും അതിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ കീപ്പ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ പ്രോഗ്രാം പാരഡിംഗ് ഉപയോഗിക്കുന്നത്. അതാണ് പറഞ്ഞത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങും ഒന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. While some paradigms give more importance to procedure, otherwise more importance to data. ചില പ്രോഗ്രാമുകൾ കൂടുതലായി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊസീജറുകൾക്കാണ്, ചിലത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡേറ്റയ്ക്കാണ്. പ്രൊസീജർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രൊസീജറിനാണ്. പ്രൊസീജർ എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡേറ്റയ്ക്കാണ്. ഡേറ്റയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ടത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പേപ്പറിലൊക്കെ ന്യൂസുകളൊക്കെ വായിക്കാറുണ്ട്, ഡേറ്റ ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ ഡേറ്റ നഷ്ടപ്പെട്ടു. അപ്പം അവിടെ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഡേറ്റയ്ക്ക് വേണ്ടിയാണ്. അതോടുകൂടിയാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ വരുന്നത്. അതേപോലെ മോഡുലാർ പ്രോഗ്രാമിംഗ്, ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ്, ബോട്ടം അപ്പ് പ്രോഗ്രാമിംഗ് ആൻഡ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രൊസീജർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ബോട്ടം അപ്പ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന C++, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ഡിസൈൻഡ് ടു ഫോളോ only one paradigm while other supported multiple paradigms. C++ is multiple paradigm language. അതായത് C++ൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ പാരഡിംഗ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾക്ക് വേണമെങ്കിൽ ടോപ്പ് ഡൗൺ മാത്രം ഉപയോഗിക്കാം, അതായത് പ്രൊസീജറിൻ്റെ രീതിയും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ച് മെത്തേഡും ഉപയോഗിക്കാം. അപ്പോൾ രണ്ടും ഏതിനാണ് ഉപയോഗിക്കാൻ പറ്റുക? C++ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ പാരഡിംഗ് ആണ്. സിംഗിൾ പാരഡൈമിംഗ് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്, അതേപോലെ മൾട്ടിപ്പിൾ പാരഡൈമിംഗും ഉപയോഗിക്കാൻ കഴിയുന്നത് C++നാണ്. സി, പാസ്കൽ, ഫോർട്ടാൻ, ബേസിക് ഇതേപോലെ ഉള്ള ലാംഗ്വേജുകൾ പ്രൊസീജർ ലാംഗ്വേജസിൽ പെടുന്നതാണ്. സി, പാസ്കൽ, ഫോർട്ടാൻ, ബേസിക്. പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ഓൾസോ നോൺ ആസ് ടോപ്പ് ഡൗൺ ലാംഗ്വേജസ്. പ്രൊസീജർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നമ്മൾക്ക് വേണമെങ്കിൽ ടോപ്പ് ഡൗൺ ലാംഗ്വേജസ് എന്നും വിളിക്കാം. അതിൻ്റെ എക്സാമ്പിളുകളാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് സി, പാസ്കൽ, ഫോർട്ടാൻ, ബേസിക്. The main reasons for the increasing complexity with procedure languages are: data is undervalued. ഡേറ്റയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല ഏതിൽ? പ്രൊസീജർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. സെക്കൻഡ് വൺ, ആഡ് ന്യൂ ഡേറ്റ എലമെൻറ്റ് മേ ബി റിക്വയർഡ് മോഡിഫിക്കേഷൻ ടു ഓൾ മെനി ഫങ്ഷൻസ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ഐറ്റം ആഡ് ചെയ്യണം, AH എന്നുള്ള കുട്ടിക്ക്, ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ട്രക്ചറിൽ.
നമുക്ക് ആഡ് ചെയ്യണം ഏജ് എന്നുള്ളൊരു ഫീൽഡ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പം കുറേ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും. ഇതൊക്കെ വലിയ പ്രയാസമായി മാറുകയാണ് പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൽ. മൂന്നാമത്തത്, ക്രിയേറ്റിംഗ് ന്യൂ ഡാറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. പുതിയതായി ഒരു ഡാറ്റ ടൈപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളാണ് ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ലോങ്. ഇതിന് പുറമെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായി യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡിഫിക്കൽറ്റി ആയിട്ടാണ് ഏതിൽ വരുന്നത്? പ്രൊസീജിയർ ലാംഗ്വേജിൽ വരുന്നത്. നാലാമത്തെ സ്റ്റെപ്പ്, പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. അതായത് നമ്മളൊരു സ്കൂളിൻ്റെ സോഫ്റ്റ്വെയറിൽ ടീച്ചർ ഡീറ്റെയിൽസും ഉണ്ടാകാം, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസും ഉണ്ടാകാം. പക്ഷേ ഇത് സെപ്പറേറ്റ് ഓരോ ഗ്രൂപ്പായി കൺവേർട്ട് ചെയ്യാൻ ടീച്ചറിൻ്റെ ഒരു ഫങ്ഷൻസ് ഡേറ്റയും അതേപോലെ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റയും ഫങ്ഷനും ഇങ്ങനെ അത് കമ്പൈൻ ചെയ്ത് മാറ്റിയെടുക്കാൻ ഒക്കെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ പ്രയാസമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗ്ം. ക്ലബിംഗ് ഡാറ്റ ആൻഡ് ഫങ്ഷൻ ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് ഡാറ്റ ഇൻറ്റു എ സിംഗിൾ യൂണിറ്റ് ഇൻ OOPS. സച്ച് യൂണിറ്റ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഡേറ്റയെയും ഫങ്ഷനെയും ഒന്നിച്ച് ഒറ്റ യൂണിറ്റാക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ്. ദ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിൻ്റെ പോരായ്മകളെക്കുറിച്ചാണ്. അതിനുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ചെയ്യുന്ന പ്രയാസങ്ങളും പ്രോഗ്രാമിലുള്ള പോരായ്മകൾ, ഡീമെറിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അതായത് ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഡാറ്റ ടൈപ്പ് ആഡ് ചെയ്യാൻ പ്രയാസം, മോഡിഫിക്കേഷൻ പ്രയാസം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞത്. ഇനി ഇവിടെ പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. Object oriented programming provides a clear modular structure for programs. It is good for defining abstract data types. Implementation details are hidden from other modules and have clearly defined interface. It is easy to maintain and modify the existing code as new objects can be created without disturbing the existing ones. It can be used to implement real-life scenarios. It defines new data types as well as new operations for operators. ഈ പറഞ്ഞ എ മുതൽ എഫ് വരെ പറഞ്ഞ മെയിൻ പോയിന്റുകൾ നമ്മൾ എക്സാമിന് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത് പഠിക്കുകയും നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും വേണം. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. Object-oriented programming simplifies the software development and maintains by providing some concepts such as objects, class, data abstraction, data encapsulation, modularity, inheritance, polymorphism. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മെയിൻ കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി വെക്കേണ്ടത് ഒബ്ജക്റ്റ്, ക്ലാസസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇത്ര കാര്യങ്ങൾ നമ്മൾ എഴുതണം. എക്സാമിന് ചോദിക്കും എന്താണ് കൺസെപ്റ്റുകൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ. അപ്പോൾ എഴുതേണ്ടത് ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കോമ്പിനേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻ. അതിനെ ക്ലാസ് എന്ന് പറയും. ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന് ഇവിടെ പറയുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ്
ഡേറ്റയും ഫങ്ഷനും. ഡേറ്റയ്ക്ക് മെമ്പർ, ഡേറ്റ, സ്റ്റേറ്റ്, അതേപോലെ ബിഹേവിയർ എന്ന് പറയുന്നത് ഫങ്ഷനാണ്, മെമ്പർ മെത്തേഡാണ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷനാണ്. ഇനി അതിനെക്കുറിച്ച് താഴെ കുറേ പിക്ചറുകൾ കാണാം. ഒന്ന് സ്റ്റുഡൻറ്റ് എന്നൊരു ഒബ്ജക്റ്റാണ് ഇവർ പറയുന്നത്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, സ്റ്റേറ്റ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് രജിസ്റ്റർ നമ്പർ, നെയിം, ഏജ്, വെയ്റ്റ്, ഹൈറ്റ്, മാർക്ക് എന്നുള്ളതാണ്. അതാണ് ഡേറ്റ. രണ്ടാമത് പറയുന്നത് ബിഹേവിയർ. രജിസ്റ്റർ, ചേഞ്ച് മാർക്ക്, ചേഞ്ച് ഹൈറ്റ് അല്ലെങ്കിൽ ചേഞ്ച് വെയ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ബിഹേവിയറായിട്ട് പറയുന്നത്. ഫങ്ഷൻ. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഒന്നാമത്തത് ഡേറ്റയും അതിനെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, രണ്ടാം ബിഹേവിയർ, മെത്തേഡ്. ഇവിടെ കാർ ഒരു ക്ലാസ്സാണ്, അത് വെച്ചിട്ടാണ് ഒരു ഒബ്ജക്റ്റായിട്ട് പറയാം. അതിൻ്റെ സ്റ്റേറ്റ് ഡേറ്റകൾ, നെയിം, കാറിന് പേരുണ്ട്, അത് ഓടിയാകാം അല്ലെങ്കിൽ ഒരു അംബാസഡർ ആകാം, എന്തോ ആയിക്കോട്ടെ, നെയിം. അതേപോലെ ഇവിടെ കറണ്ട്, ഗിയർ, സ്പീഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് എൻ്റെ സ്റ്റേറ്റിൽ പറയുന്നത്, ഡേറ്റാസിൽ പറയുന്നത്. അതിൻ്റെ ബിഹേവിയർ, അതായത് ഫങ്ഷൻ, പുഷ് ആക്സിലേറ്റർ, ചേഞ്ച് ഗിയർ, ലൈറ്റ് ഓൺ ഓഫ്. അപ്പോൾ ഇത് പറയുന്ന മെത്തേഡാണ്, ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡേറ്റയും ഫങ്ഷനും കൂടി കൂടിച്ചേരുന്നതാണ്. കാർ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും, ഡേറ്റയും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ എന്തുമുണ്ട്, ഫങ്ഷനുമുണ്ട്. ഡേറ്റ എന്ന് പറയുന്നതാണ് കാറിൻ്റെ കളറ്, അതിൻ്റെ പേര്, അതിൻ്റെ ടയറിൻ്റെ രീതികൾ, ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഡേറ്റകൾ അല്ലെങ്കിൽ സ്റ്റേറ്റാണ് നമ്മൾ ഈ ഡേറ്റ എന്ന് പറയുന്നത്. രണ്ടാമത് ബിഹേവിയർ എന്ന് പറയുന്നത് അതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ ഫങ്ഷൻ. ഇവിടെ പുഷ് ആക്സിലേറ്ററാണ് പറയുന്നത്. പുഷ് ആക്സിലേറ്റർ എന്ന് പറയുമ്പം ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഫങ്ഷനോ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വരും. ആക്സിലേറ്റർ ചവിട്ടിയാൽ സ്പീഡ് കൂടും. അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാലും ഒരു ബിഹേവിയറാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി മൂവ് ചെയ്യാൻ ശ്രമിക്കും, മൂവ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ പുഷ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കാറെ പുഷ് ചെയ്ത് എന്ത് ചെയ്യും, കാറ് മൂവ് ചെയ്യും. വേറെ എക്സാമ്പിൾ പറഞ്ഞു, ലൈറ്റ് ഓൺ ഓഫ്. ലൈറ്റ് ഓൺ ചെയ്താൽ പ്രകാശിക്കും, ഓഫ് ചെയ്താൽ കെട്ടുപോകും, ലൈറ്റ് നഷ്ടപ്പെടും, വെളിച്ചം നഷ്ടപ്പെടും. അതിനുവേണ്ടിയാണ് ഓൺ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഫങ്ഷനായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഡേറ്റയും ഉണ്ടായിരിക്കും, ഫങ്ഷനും ഉണ്ടായിരിക്കും. ഡേറ്റ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസുകളാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ക്ലാസസ്. ഒബ്ജക്ട്സ് ഓഫ് ദി ക്ലാസ് ആർ കോൾഡ് ഇൻഡിവിജ്വൽ ഇൻസ്റ്റൻസസ് ഓഫ് ദി ക്ലാസ് ആൻഡ് എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ എ ക്ലാസ്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷനാണ്. ഇനി ക്ലാസ്സാണ് പറയുന്നത്. ക്ലാസ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പഴങ്ങൾ. അത് പലതരത്തിലുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റുകളാണ് നമുക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ബനാന, ആപ്പിൾ, ഇതൊക്കെ അതിൻ്റെ ഒബ്ജക്റ്റുകളാണ്. പിന്നെ പൊതുവായി പറയുന്ന ഒരു പേരാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ ഈ ബനാന അല്ലെങ്കിൽ ആപ്പിൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാറ് ഒരു ക്ലാസ് എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റുകൾ എന്താണ്, അംബാസഡർ, ഓഡി അല്ലെങ്കിൽ ആൾട്ടോ, ഇങ്ങനെ പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റുകൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. രണ്ട് കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ക്ലാസ്, രണ്ടാമത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ അതും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ അതിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഫാക്ടോറിയൽ കാണുന്ന പ്രോഗ്രാം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ചെയ്തു വച്ചിരിക്കുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. സി, പാസ്കൽ, ഫോർട്രാൻ തുടങ്ങിയവയാണ്.
ഇവിടെ ഈ പ്രോഗ്രാം എഴുതി വച്ചിരിക്കുന്നത് സി എന്നുള്ള പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിലാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫംഗ്ഷനാണ്. നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഹെഡർ ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഡാറ്റകൾ എഴുതുന്നു. അപ്പോൾ ഇതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് രീതിയാണ്. ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴോട്ട് എന്ന്. നമ്മൾ എഴുതുന്ന സ്റ്റൈലല്ല പറയുന്നത്, ഇതിൻ്റെ വർക്കിംഗ് സ്റ്റൈലാണ് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് മുകളിൽ നിന്ന് ഇൻഡ് മെയിൻ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ കയറി പ്രോഗ്രാമിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്ത് ഇവിടെ ഫാക്റ്റ് ഈക്വൽ ടു ഫൈൻഡ് ഫാക്ടോറിയൽ പരാൻതീസിസ് ഓപ്പൺ നം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുകയും സബ് ഫംഗ്ഷനിലോട്ട് പ്രോഗ്രാം എത്തുകയും സബ് ഫംഗ്ഷൻ എത്തിയിട്ട് അവിടുത്തെ കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വാല്യൂ റിട്ടേൺ ചെയ്ത് തിരിച്ച് മെയിൻ പ്രോഗ്രാമിൽ എത്തുന്നു. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നത്. അത് ടോപ്പ് ഡൗൺ അപ്രോച്ച് രീതിയും അതേപോലെ ഫംഗ്ഷനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. ഒരു ഇൻറ്റീജർ നമ്പർ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ 4 എന്നുള്ള ഇൻറ്റീജർ നമ്പർ കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ട് ഫാക്ടോറിയൽ ഓഫ് 4 ഈസ് 24. നമ്മൾ സിയിലാണ് എഴുതിയത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, C++ എഴുതിയിട്ടുണ്ട്. അത് സിയിൽ എഴുതിയത് മാത്രം. അത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലാണ്. നമ്മൾ എഴുതിയത് ഫസ്റ്റ് ഇയറിൽ എഴുതിയത് C++ ആണെങ്കിലും അവിടെയും മൾട്ടിപ്പിൾ പാരഡിഗ്മ്സ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ നമ്മൾ എഴുതിയത് പ്രൊസീജിയറിലാണ് നമ്മൾ എഴുതിയത്. ഇപ്പോൾ സിയിൽ എഴുതിയത് മാത്രം. പക്ഷെ നമുക്കിനി അറിയേണ്ടത് എങ്ങനെയാണ് ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലോട്ട് മാറ്റുക, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സ്ക്രീനിൽ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം. അതിന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ച് രീതിയാണ്. നേരത്തത് പറഞ്ഞത് ടോപ്പ് ഡൗൺ, മുകളിൽ നിന്നും താഴോട്ട്. പ്രോഗ്രാം എഴുതുന്ന സ്റ്റൈലല്ല പറയുന്നത്, പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതും എഴുതിയത് മുകളിൽ നിന്നും താഴോട്ട് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഇവിടെ എല്ലാം മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്ലാസിൻ്റെ ഡിക്ലറേഷനും അതിൻ്റെ ഫംഗ്ഷനുമാണ്. ശരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും താഴെ ഇൻഡ് മെയിൻ, ഇവിടെയാണ് പ്രോഗ്രാമിങ്ങിൻ്റെ വർക്ക്. ഇതാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഇവിടെ വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുകളിലോട്ട് എന്തൊക്കെയാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ക്ലാസ്, ഒബ്ജക്റ്റുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്തത് എന്ന് ശ്രദ്ധിക്കാം. ചെയ്ത പ്രോഗ്രാം അറിയാം. 2 സംഖ്യകൾ ആഡ് ചെയ്യുന്നു. അതിന് ക്ലാസ് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും മറ്റുള്ള മെത്തേഡുകളും യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രോഗ്രാമിങ്ങിന് ഒരാവശ്യവുമില്ല. പക്ഷേ സിമ്പിൾ പ്രോഗ്രാം വെച്ചാണ് നമ്മളിതിൻ്റെ എക്സാമ്പിൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹെഡർ ഫയൽ കൊടുത്തു. ഇനി ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ചപ്പോൾ സ്ട്രക്ചർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തത് പോലെ തന്നെയാണ് ക്ലാസ് ആണ്. നമുക്കിവിടെ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ക്ലാസ് നെയിം കൊടുക്കണം. സ്ട്രക്ചർ നെയിം കൊടുക്കുന്ന പോലെ അതിൻ്റെ പേര് കൊടുത്തത് അഡീഷൻ ക്ലാസ് എന്നാണ്. പേര് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്ലാസ് എന്ന് എഴുതുമ്പോൾ സ്പെല്ലിംഗ് തെറ്റാതെ അതിൻ്റെ കീവേഡ് ആയതുകൊണ്ട് CLASS തന്നെ എഴുതണം. അത് കഴിഞ്ഞ് സ്പേസും വേണം. അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്യണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷനാണ് ആക്സസ് സ്പെസിഫയർ. പ്രോഗ്രാം ഉപയോഗിക്കുമ്പം 3 തരത്തിലുള്ള ആക്സസ് സ്പെസിഫയറുകൾ ഉപയോഗിക്കുന്നുണ്ട്: പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റ്. അതിന് തിയറി പറയുമ്പോൾ കൂടുതലായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് 2 ആക്സസ് സ്പെസിഫയറുകളാണ്, പ്രൈവറ്റും പബ്ലിക്കും. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ഷനിലാണ് നമ്മൾ പറയുന്ന ഡേറ്റ ടൈപ്പുകൾ, ഡേറ്റ കൊടുക്കേണ്ടത്. അപ്പം പ്രൈവറ്റ് എന്ന് പറയുന്നതോടുകൂടി കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. എക്സ്റ്റേണലിൽ നിന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ല പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പം. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അത് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ 2 സംഖ്യകൾ ആഡ് ചെയ്യുമ്പം 3 വേരിയബിൾ വേണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് num1, num2 റിസൾട്ട് എന്നുള്ള 3 വേരിയബിൾ. അത് പ്രൈവറ്റ് സെക്ഷനാണ്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ നം എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് മെയിൻ പ്രോഗ്രാമിൽ നിന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഈ
ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷനാണ് പബ്ലിക്. അതിൽ ഉപയോഗിക്കുന്നത് ഫങ്ഷനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പബ്ലിക് എന്ന് പറയുമ്പം എക്സ്റ്റേണലായിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ ആക്സസ് സ്പെസിഫയർ പബ്ലിക്ക് കൊടുക്കാനുള്ള കാരണം. അതിനുള്ള നമ്മൾ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ക്ലാസ് എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞു കോമ്പിനേഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ആൻഡ് ഫങ്ഷൻ. ഡാറ്റ ടൈപ്പിൻ്റെയും ഫങ്ഷൻ്റെയും കോമ്പിനേഷനാണ് ക്ലാസ്. ഇപ്പോൾ ഇവിടെ 3 ഫങ്ഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ്റെ പേര് റീഡ്, രണ്ടാമത്തത് സമ്മ്, മൂന്നാമത്തത് പ്രിൻ്റ്. ഇതെല്ലാം ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പുകളുമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് റീഡ് എന്ന് പറയുമ്പം അത് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം. ഫങ്ഷൻ്റെ ഹെഡർ ഫയൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും എഴുതണം. അതുപോലെ വോയിഡ് സമ്മ്, അതിൻ്റെ ഡെഫിനിഷൻ, വോയിഡ് പ്രിൻ്റ്. അപ്പോൾ 3 ഹെഡർ ഫയലുകളുടെയും ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പുകളുടെയും ഡെഫിനിഷനുകൾ നമ്മൾ താഴെ വ്യക്തമായിട്ട് എഴുതണം. ആദ്യത്തെ ഞാൻ എഴുതുന്നു. അപ്പോൾ എഴുതുമ്പം അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. വെറുതെ അല്ല എഴുതുന്നത്. റിട്ടേൺ ടൈപ്പ്, ക്ലാസ് നെയിം, ഫങ്ഷൻ നെയിം, ആ രീതിയിലാണ് എഴുതേണ്ടത്. എന്നിട്ടാണ് അതിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നത്. നമ്മൾ സാധാ ഫങ്ഷൻ ആണെങ്കിൽ റിട്ടേൺ ടൈപ്പും ഫങ്ഷനെയും ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. പക്ഷേ ഇവിടെ ക്ലാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് പ്രത്യേകതയുണ്ട്. ആദ്യം എഴുതുന്നത് റിട്ടേൺ ടൈപ്പ്, പിന്നെ ക്ലാസ്സുകൾ എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏത് ക്ലാസ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ക്ലാസ് നെയിം കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ക്ലാസ്സേ ഉള്ളൂ. ആ ക്ലാസ്സിൻ്റെ പേരാണ് അഡീഷൻ ക്ലാസ്. പിന്നെ 2 കോളൻ, അതിന് പറയുന്നത് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്നാണ്. അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏത് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേര്. ആ ഫംഗ്ഷൻ്റെ പേര് റീഡാണ്. ആ റീഡ് കഴിഞ്ഞാൽ ബ്രേസ് ഓപ്പൺ ചെയ്യണം. പിന്നെ ബ്രേസ് ക്ലോസിങ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എഴുതണം. ഇവിടെ എഴുതേണ്ടത് 2 സംഖ്യകൾ ഇൻപുട്ട് ആവശ്യപ്പെടണം. സി ഔട്ട് എൻ്റർ നമ്പർ 1. അപ്പോൾ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ എങ്ങനെ എഴുതണം? സി നം. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് എവിടെ എഴുതാൻ കഴിയില്ല, മെയിൻ പ്രോഗ്രാമിൽ എഴുതാൻ പറ്റില്ല. എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഇത് പ്രൈവറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻ്റ് പ്രത്യേകത. അടുത്ത രണ്ടാമത്തെ സി ഔട്ട് എൻ്റർ നമ്പർ 2, സി നം 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സംഖ്യകളും കൊടുക്കും. അപ്പോൾ 2 സംഖ്യകൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ പേരാണ് സം. അപ്പോൾ ഈ 2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതണം. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ വോയിഡ്, ഏത് ക്ലാസ് ആണോ ഉപയോഗിക്കുന്ന ക്ലാസ് നെയിം, റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഫംഗ്ഷൻ്റെ പേര്. അത് കഴിഞ്ഞ് ബ്രേസ് ഓപ്പൺ, ബ്രേസ് ക്ലോസിങ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ട കാര്യം, നമുക്ക് എന്താ വേണ്ടത്? ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യ ആഡ് ചെയ്യണം. റിസൾട്ട് ഈക്വൽ ടു num1 പ്ലസ് num2. അപ്പോൾ ഈ 2 സംഖ്യകൾ കൂടി ആഡ് ചെയ്തിട്ട് റിസൾട്ട് എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യും. അങ്ങനെ 2 ഫംഗ്ഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ ഫംഗ്ഷൻ പ്രിൻ്റാണ്. ആ മെമ്മറിയിൽ, റിസൾട്ട് എന്ന മെമ്മറിയിൽ വാല്യൂ ഇരിക്കുന്നത് കൊണ്ട് കാര്യമില്ല, അത് സ്ക്രീനിലോട്ട് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രിൻ്റ് എന്നുള്ള ഫംഗ്ഷൻ എഴുതുന്നു. അപ്പോൾ എഴുതുമ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിട്ടേൺ ടൈപ്പ്, ക്ലാസ് നെയിം, ഫംഗ്ഷൻ നെയിം അത് എഴുതി കഴിഞ്ഞ് ബ്രേസ് ഓപ്പൺ ചെയ്യണം. നമുക്ക് എന്താണോ കിട്ടേണ്ട കാര്യങ്ങൾ എഴുതണം. എൻ്റെ ആവശ്യം എന്താണ്? റിസൾട്ട് പ്രിൻ്റ് ചെയ്യണം. ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും കൂട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് സി ഔട്ട് റിസൾട്ട് എന്നുള്ള മെസ്സേജ് കിട്ടണം. num1 എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത സംഖ്യ കാണിക്കും, പ്ലസ് എന്നുള്ള സിമ്പിൾ കാണിക്കും. പിന്നെ num1 എന്നല്ല, രണ്ടാമത്തെ സംഖ്യ num2 ആണ്. അപ്പോൾ ഇവിടെ num2 എന്ന് കൊടുക്കണം. ഇപ്പോൾ രണ്ടാമത്തെ സംഖ്യ കാണിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ മെമ്മറി സ്പേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അത് പ്രിൻറ്റിങ്ങുമായി. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങളാണ് എഴുതിയത്. ക്ലാസ്സിൽ ഡാറ്റ ടൈപ്പുകൾ കൊടുത്തു, അതിൽ ഫംഗ്ഷൻ കൊടുത്തു, ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതി. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു, അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഡാറ്റ ടൈപ്പും ഫംഗ്ഷനും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബ്രേസസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കണം. ഏകദേശം ഒരു സ്ട്രക്ചറിൻ്റെ ഫോർമാറ്റാണ്. സ്ട്രക്ചറിലും അങ്ങനെ തന്നെയാണ്. ബ്രേസ് ഓപ്പൺ ചെയ്ത് ബ്രേസ് ക്ലോസ് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? സെമിക്കോളൻ കൊടുക്കണം. അതിന് ശേഷമേ നമ്മൾ ഓരോ ഫംഗ്ഷനുകളും അതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പാടുള്ളൂ. അതോടുകൂടി നമ്മുടെ ക്ലാസ്സും അതിൻ്റെ ഡിക്ലറേഷനും അതിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷനും എഴുതി കഴിഞ്ഞു. ഇനിയും വർക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ പ്രോഗ്രാം എഴുതി. ഇൻറ്റ് മെയിൻ, ഇവിടെയാണ് തുടക്കം നമ്മുടെ പ്രോഗ്രാമിൻ്റെ. ഇൻറ്റ് മെയിൻ അഡീഷൻ ക്ലാസ്സസ്. ഇതെന്താണ്? അഡീഷൻ ക്ലാസ് എന്ന് പറയുന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൻ്റെ പേരാണ്.
ക്ലാസ് നെയിം വെച്ചിട്ടേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സിലാണ് കോമ്പിനേഷൻ ഏതിൻ്റെയൊക്കെ ഡാറ്റ ടൈപ്പിൻ്റെയും ഫങ്ഷൻ്റെയും ഒരു പുതിയ ഡാറ്റ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, മാറ്റിയെടുക്കുകയാണ് യൂസർ അഡീഷൻ ക്ലാസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പം സ്ട്രക്ചർ നെയിം വെച്ച് സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ട്രക്ചർ ഇവിടെ വേരിയബിൾ എന്നല്ല പറയുക, ഒബ്ജക്റ്റുകൾ എന്നാണ് പറയുക. ഇവിടെ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിന് കൊടുത്ത പേര് OBJ1 രണ്ടാമത്തേന് കൊടുത്ത പേര് OBJ2 എന്നാണ്. ഇവിടെ നമുക്ക് അഡീഷൻ ക്ലാസ് A, B എന്ന് എഴുതാം. പക്ഷേ ഇവിടെ കൊടുത്തത് OBJ1 OBJ2 പേര് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. OBJ1 OBJ2 വേറെ 2 വ്യക്തികളാണ്, 2 മെമ്മറി സ്പേസുകളാണ്, തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. അപ്പം നോക്കിക്കൊള്ളുക, സി ഔട്ട് സിമ്പിൾ ക്ലാസ് അഡീഷൻ ആഡ് 2 ഇൻറ്റീജേഴ്സ് ഇൻ C++ ഒരു മെസ്സേജ് സ്ക്രീനിൽ വരും. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേണ്ട മെസ്സേജ് അഡീഷൻ ക്ലാസ് OBJ1ൻ്റെ യൂസേജ് ആണ്. 2 ഒബ്ജക്റ്റുകളാണ്, ഒന്നാമത്തെ പേര് OBJ1 രണ്ടാമത്തെ പേര് OBJ2 എന്നാണ്. അപ്പോൾ OBJ1.read എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് മുകളിൽ എഴുതി വച്ചിരിക്കുന്ന OBJ1 എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റുകളല്ലേ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പം മുകളിൽ പോയി റീഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. അവിടെ 2 വാല്യൂ ഇൻപുട്ടുകൾ സ്വീകരിക്കും. അത് ഏത് മെമ്മറി സ്പേസ് കിട്ടും? OBJ1 എന്നുള്ള മെമ്മറി സ്പേസ് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ OBJ1.sum എന്ന് കോൾ ചെയ്യുമ്പം സംഭവിക്കുന്നത് OBJയിൽ ഉണ്ട് ഓൾറെഡി ഏതൊക്കെ num1 num2 റിസൾട്ട് എന്നുള്ള 3 മെമ്മറി അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സം എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ സമ്മിൽ പോയിട്ട് സം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അവിടെ num1ഉം num2ഉം കൂടി കൂട്ടിയിട്ട് റിസൾട്ട് എന്നുള്ള ഇവിടെ വിളിച്ചു OBJ1.sum എന്ന് വിളിക്കുമ്പം ഇതാണ് ഈ ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുക. ഇത് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ സംഖ്യ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ OBJ1.print എന്ന് കോൾ ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഈ റിസൾട്ട് എന്നുള്ള ഫംഗ്ഷനിൽ വരികയും ഇവിടെ ആൻസർ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഒന്നാമത് സംഭവിച്ചത്. ഇനി വീണ്ടും രണ്ടാമത് OBJ2.read അത് വേറൊരു മെമ്മറി സ്പേസ് ആണ്, വേറൊരു ഒബ്ജക്റ്റാണ്. അന്നേരവും സംഭവിക്കുന്നത് അവിടെ ഓൾറെഡി OBJ1ൽ നമ്മൾ 3ഉം 4ഉമാണ് കൊടുത്തിരിക്കുന്നതിൽ അവിടെ 3ഉം 4ഉമുണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ 7ഉമുണ്ട്. ഇത് വേറൊരു ഒബ്ജക്റ്റാണ് കോൾ ചെയ്യുന്നത് OBJ2.read. ഇപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ അടുത്ത 2 സംഖ്യകൾ ആവശ്യപ്പെടും. ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ വർക്ക് ചെയ്തിട്ട് 2 സംഖ്യകൾ ആവശ്യപ്പെട്ടു. തൊട്ട് താഴെ OBJ2.sum എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ആ 2 സംഖ്യകൾ ആഡ് ചെയ്യും. പിന്നെ OBJ2.print എന്ന് പറയുമ്പം ഈ റിസൾട്ടും പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഒരു ക്ലാസിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ക്ലാസ് ഉപയോഗിക്കുമ്പം ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ഇഷ്ടമുള്ള പേര്, റിലേറ്റഡ് ആയ പേര് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാറ്റ ടൈപ്പുകളും ഫംഗ്ഷനും ഡിക്ലെയർ ചെയ്യണം. ഡാറ്റ ടൈപ്പ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് പ്രൈവറ്റ് സെക്ഷനാണ്, ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ സെക്ഷൻ പബ്ലിക്. ഈ പബ്ലിക് എന്ന് പറയുന്നത് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാം, അത് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ആണിത് മെയിൻ പ്രോഗ്രാം. ഈ മെയിൻ പ്രോഗ്രാമിൽ നമുക്ക് ഇവിടുന്ന് കോൾ ചെയ്യാൻ പറ്റും. OBJ1.read എന്ന് കോൾ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇവിടെ പബ്ലിക് എന്ന് എഴുതിയതുകൊണ്ടാണ്. ഇവിടെ പ്രൈവറ്റ് എന്ന് എഴുതിയാൽ വർക്ക് ചെയ്യില്ല, എക്സ്റ്റേണൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ വിസിബിലിറ്റി മോഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ നമ്മൾ പബ്ലിക് സെക്ഷൻ ഉണ്ടാക്കി ആവശ്യമായ പ്രോട്ടോടൈപ്പുകൾ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ബ്രേസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് എന്താണോ വർക്ക് ചെയ്യേണ്ടത് അത് ഓരോ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനുകളും എഴുതണം. ഡെഫിനിഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, റിട്ടേൺ ടൈപ്പ്, ഉപയോഗിക്കുന്ന ക്ലാസിൻ്റെ പേര്, അതിലെ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഫംഗ്ഷനുകൾ ഉപയോഗിക്കുക. അതിൻ്റെ കാര്യങ്ങൾ ഡെഫിനിഷൻ വ്യക്തമായിട്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ എഴുതിയ സിമ്പിൾ ക്ലാസ് അഡീഷൻ ആഡ് 2 ഇൻറ്റീജേഴ്സ് ഇൻ C++. OBJ1ൻ്റെ യൂസ് ഞാനിവിടെ 4 കൊടുത്തു, 3ഉം കൊടുത്തു, ആഡ് ചെയ്യും, 7 കിട്ടിയില്ലേ? അപ്പോൾ തന്നെ വീണ്ടും രണ്ടാമത് OBJ2ൻ്റെ യൂസേജ് കാണിക്കേണ്ട നമ്പർ 8, 2, 10. അപ്പോൾ 2 ഒബ്ജക്റ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്ലാസിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ച് വേണം നമ്മൾ പഠിക്കാൻ. അതിൻ്റെ ഉപയോഗ രീതികൾ. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഏതിൻ്റെ? ഡാറ്റ ടൈപ്പിൻ്റെയും ഫംഗ്ഷൻ്റെയും കൂടിയാണ്. ഒറ്റ ബൈൻഡ് ചെയ്യാണ്, ഒറ്റ കെട്ടാക്കി മാറ്റുകയാണ്.
class. Okay. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോഗ്രാം, ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം നോക്കിക്കോളാം. ഹെഡർ ഫയൽ യൂസിങ് നെയിം സ്പേസ് std ക്ലാസ്, അതിന് കൊടുത്ത ക്ലാസിൻ്റെ പേരാണ് സർക്കിൾ. നമ്മൾ നേരെ അഡീഷണൽ ക്ലാസ് എന്ന് കൊടുത്ത പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സർക്കിൾ. അതിൻ്റെ വിസിബിലിറ്റി മോഡ് പ്രൈവറ്റിലാണ് മെമ്പർ, ഡാറ്റ മെമ്പർ വരുന്നത്. റേഡിയസ് ഫ്ലോട്ട് ആർ കൊടുത്തു. ഫ്ലോട്ട് കൊടുക്കാനുള്ള കാരണം പോയിന്റുള്ള സംഖ്യ വരും. റേഡിയസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണം എന്നില്ല, അതുകൊണ്ടാണ് ഫ്ലോട്ട് കൊടുത്തത്. രണ്ടാമത്തെ സെക്ഷൻ പബ്ലിക്. അപ്പോൾ ഇവിടെ നേരത്തെ ഹെഡർ ഫയൽ എഴുതുമ്പോൾ നമ്മൾ ക്ലാസിൻ്റെ പുറത്താണ് അതിൻ്റെ ഡെഫിനിഷൻ എഴുതേണ്ടത്. ഇവിടെ ഹെഡർ ഫയൽ കൊടുക്കാതെ ഡയറക്റ്റായിട്ടാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വോയിഡ് ഗെറ്റ് റേഡിയസ് ബ്രാക്കറ്റ് ഓപ്പൺ സി ഔട്ട് എൻ്റർ ദ റേഡിയസ് സീനാർ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. നമ്മൾ പ്രോഗ്രാമിൻ്റെ ജീനിൽ എഴുതിയ പ്രോഗ്രാം പോലെ എഴുതാം. അങ്ങനെ ആകുമ്പോൾ ഹെഡർ ഫയൽ വോയിഡ് ഗെറ്റ് റേഡിയസ് സെമിക്കോളം കൊടുത്തതിന് ശേഷം ക്ലാസിൻ്റെ പുറത്താണ് അതിൻ്റെ ഡെഫിനിഷൻ എഴുതേണ്ടത്. ഇത് ഡയറക്റ്റായിട്ട് ക്ലാസിൻ്റെ ഉള്ളിൽ തന്നെ റേഡിയസ് കൊടുക്കുന്നു. വോയിഡ് ഡിസ്പ്ലേ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സി ഔട്ട് ഏരിയ 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ്റെ ബ്രേസ് ക്ലോസ് ചെയ്തു. ഈ ക്ലോസിംഗ് ആണ് ക്ലാസിൻ്റെ ക്ലോസിംഗ്. നേരത്തെ ചെയ്തത് ഡേറ്റയും ഫംഗ്ഷനും മാത്രം ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫംഗ്ഷൻ ഡെഫിനിഷൻ സെപ്പറേറ്റ് അതിൻ്റെ പുറത്താണ് എഴുതിയത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ പ്രോഗ്രാം എഴുതണം. ഇൻറ്റ് മെയിൻ ബോട്ടം അപ്പാണ്. ഇവിടെയാണ് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്. ഇൻറ്റ് മെയിൻ സർക്കിൾ C1. സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസിൻ്റെ പേരാണ് സർക്കിൾ. C1 എന്ന് പറയുന്നത് നേരത്തെ OBJ1 കൊടുത്തതിന് പകരം ഇവിടെ കൊടുത്ത പേര് C1 ആണ് ഒബ്ജക്റ്റ്. ഇനി നമുക്ക് മുകളിലെ ക്ലാസ്സിലെ കണ്ടന്റിനെ ആക്സസ് ചെയ്യണം. അപ്പം ചെയ്യേണ്ടത് ഏതാണോ ഒബ്ജക്റ്റ് നെയിം വെച്ചിട്ടാണ് ആക്സസ് ചെയ്യേണ്ടത്. C1 ഡോട്ട് ഗെറ്റ് റേഡിയസ്. ഇപ്പോൾ C1 എന്നുള്ള ഒബ്ജക്റ്റിൽ ഓൾറെഡി എന്തുണ്ട്? ക്ലാസ് ഉണ്ട്. ക്ലാസ് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനുമുണ്ട്, ഡാറ്റ ടൈപ്പും ഉണ്ട്. ഇപ്പോൾ C1 ഡോട്ട് ഗെറ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. എൻ്റെ അത് ഗെറ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ സി ഔട്ട് എൻ്റെ റേഡിയസുള്ള മെസ്സേജ് വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ ഇൻപുട്ട് ആറിന് കൊടുക്കും, അത് സ്റ്റോർ ചെയ്യും. രണ്ടാമത് C1 ഡോട്ട് ഡിസ്പ്ലേ ഏരിയ. C1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലുണ്ട് ഏത് ഫംഗ്ഷൻ? ഡിസ്പ്ലേ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഏരിയ എന്നുള്ള സെക്ഷൻ വർക്ക് ചെയ്യും. ഏരിയ ഔട്ട്പുട്ട് 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ എന്നുള്ള ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ റേഡിയസ് 2, ഏരിയ 12.56 എന്നുള്ള ഔട്ട്പുട്ടാണ്. ഇങ്ങനെയാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പഠിച്ച രണ്ട് കോൺസെപ്റ്റുകളാണ് ക്ലാസ്, ഒബ്ജക്റ്റ്. ഇനിയും പഠിക്കാനുള്ളത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ? Data abstraction refers to showing only the essential features of the application and hiding the details from outside world. അതായത് നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിളുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ATM കൗണ്ടറിൽ പോകാറുണ്ട്, ATM കാർഡ് യൂസ് ചെയ്യാറുണ്ട്. ATM കൗണ്ടറിൽ ചെന്നിട്ട് ATM കാർഡ് ഇടുകയും നമ്മളതിന് വേണ്ട പിൻ അടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ, അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് അറിയുകയുമില്ല, നമുക്ക് അറിയേണ്ട ആവശ്യവുമില്ല. അതവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു പ്രവർത്തനമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡാറ്റ അബ്സ്ട്രാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയും. എക്സ്റ്റേണൽ സോഴ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഔട്ട്സൈഡിൽ നിന്ന് അത് ആക്സസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ATM കൗണ്ടർ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഡാറ്റ എൻക്യാപ്സുലേഷൻ. ഡാറ്റ എൻക്യാപ്സുലേഷൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റയും ഫംഗ്ഷനും കൂടി ഒറ്റ യൂണിറ്റാക്കി മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ബൈൻഡിങ്
ടുഗദർ ദ ഡാറ്റ ആൻഡ് ഫങ്ഷൻസ്. ഇപ്പം ഇവിടെ അങ്ങനെ ഒറ്റ യൂണിറ്റാക്കി മാറ്റുമ്പം നമ്മളതിന് വിസിബിലിറ്റി മോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആക്സസ് ചെയ്യുന്ന മെത്തേഡുകൾ അത് 3 എണ്ണമാണ്: പ്രൈവറ്റ്, പ്രൊട്ടക്റ്റ് ആൻഡ് പബ്ലിക്. ഇങ്ങനെ 3 രീതിയിലാണ് വിസിബിലിറ്റി മോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. വിസിബിലിറ്റി മോഡുകൾ ക്ലാസിൻ്റെ ഡിക്ലറേഷനിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഡീഫാൾട്ട് ആയിട്ട് വരുന്ന വിസിബിലിറ്റി മോഡ് പ്രൈവറ്റ് ആയിരിക്കും. മെമ്പേഴ്സ് ഡിക്ലയർഡ് അണ്ടർ പ്രൈവറ്റ് സെക്ഷൻ ആർ നോട്ട് വിസിബിൾ ഔട്ട്സൈഡ് ദി ക്ലാസ്. പ്രൈവറ്റ് സെക്ഷനാണ് വിസിബിലിറ്റി മോഡ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ക്ലാസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതായത് ക്ലാസിൻ്റെ ഡെഫിനിഷൻ്റെയും ഡിക്ലറേഷൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മെമ്പേഴ്സ് ഡിക്ലയർഡ് ആസ് പ്രൊട്ടക്റ്റ് ആർ വിസിബിൾ ടു ഇറ്റ്സ് ഡിറൈവ്ഡ് ക്ലാസ് ബട്ട് നോട്ട് ഔട്ട്സൈഡ് ദി ക്ലാസ്. അതായത് രണ്ടാമത്തെ വിസിബിലിറ്റി മോഡായ പ്രൊട്ടക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡിറൈവ് ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. 2 ക്ലാസ് ഉണ്ടെങ്കിൽ ഡിറൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അതായത് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട് എന്താണ് ഡിറൈവ് ക്ലാസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ എവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല? മെയിൻ പ്രോഗ്രാമിൽ നിന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഔട്ട്സൈഡ് ദി ക്ലാസ്, ക്ലാസിൻ്റെ പുറത്തുനിന്ന് ഉദ്ദേശിക്കുന്ന മെയിൻ പ്രോഗ്രാമാണ്, അവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇത് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ വിസിബിലിറ്റി മോഡ് 3ാമത്തെ മോഡായ പബ്ലിക് ഉപയോഗിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ നിന്നുകൊണ്ട് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്രൊട്ടക്റ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിലും കഴിയുകയും അതേപോലെ ഡിറൈവ് ക്ലാസ് ഉണ്ടായെങ്കിൽ ഡിറൈവ് ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് ക്ലാസ്സിൽ നിന്ന് പറ്റില്ല. പക്ഷേ 3ാമത്തെ മെത്തേഡായ പബ്ലിക് വിസിബിലിറ്റി മോഡാണെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ടോ ഡിറൈവ് ക്ലാസ്സിൽ നിന്നോ മെയിൻ പ്രോഗ്രാമിൽ നിന്നോ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പബ്ലിക് വിസിബിലിറ്റി മോഡ്. നെക്സ്റ്റ് വൺ, മോഡുലാരിറ്റി. മോഡുലാരിറ്റി ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ, സ്കൂൾ സോഫ്റ്റ്വെയർ, അത് നമ്മൾ 2 ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും. ഒന്ന് സ്റ്റുഡൻറ്റ്, രണ്ടാമത്തെ ടീച്ചർ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് മാറുന്നത്. അപ്പോൾ 2 മൊഡ്യൂളുകളായി മാറ്റുന്നു. അതിനെയാണ് മോഡുലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണ്. സ്കൂളിൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ വേണം. റിഫ്രഷ്മെൻറ്റ്, റിസപ്ഷന്, അതുപോലെ പ്രോഗ്രാം, അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഓരോ സെക്ഷന് സെപ്പറേറ്റ് മൊഡ്യൂളുകളാക്കി മാറ്റുമ്പോൾ വർക്കിംഗ് എളുപ്പമാകുകയും ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ഒരു നമ്മുടെ കലാമേളയായി മാറുന്നത്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക മൊഡ്യൂളുകളാക്കി. അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിനെയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഹെറിറ്റൻസ്. Inheritance is the process by which objects of one class acquire the properties and functionalities of another class. Inheritance supports the concept of hierarchical classification and reusability. Inheritance നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ സവിശേഷതകൾ മക്കളിലോട്ട് വരിക, അതുതന്നെയാണ് ഇൻഹെറിറ്റൻസ്. ചിലപ്പോൾ അവരുടെ മുടിയുടെ സ്റ്റൈല്, അല്ല എങ്കിൽ നിറം, ഹൈറ്റ്, വെയ്റ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. മാതാപിതാക്കൾ മക്കളിലോട്ട് ഷെയർ ചെയ്യപ്പെടും. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്ന ഇൻഹെറിറ്റൻസ്. ഒരു ക്ലാസ്, അതിൻ്റെ പേരാണ് വെഹിക്കിൾ. അതിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നു, ലാൻഡ് വെഹിക്കിളായിട്ടും വാട്ടർ വെഹിക്കിളായിട്ടും. അപ്പം വെഹിക്കിൾ പറയുന്ന കുറച്ച് പ്രോപ്പർട്ടികൾ എങ്ങോട്ട് ഷെയർ ചെയ്യപ്പെടും? ലാൻഡ് വെഹിക്കിളിലും വാട്ടറിലും. വീണ്ടും ലാൻഡ് വെഹിക്കിളെ ഡിവൈഡ് ചെയ്ത് പോകുന്നു, കാറ്, ട്രക്ക്. വാട്ടർ ആകുമ്പോൾ ബോട്ട്. അപ്പോൾ അതിലോട്ട് മെയിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പം
മെയിൻ ക്ലാസ്സിൽ നിന്നും സബ് ക്ലാസ്സുകളിലോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇൻഹെറിറ്റൻസ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആർ സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് തന്നെ പല തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ, മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ, ഹൈറാർക്കിയൽ, ഹൈബ്രിഡ്. ഇപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ചിത്രം കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. അത് എ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഇതിന് പറയുന്നത് ബേസ് ക്ലാസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ക്ലാസ് എന്ന് പറയും. ഈ ക്ലാസ്സിൽ നിന്നും രണ്ടാമതൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും അല്ലെങ്കിൽ ന്യൂ ക്ലാസ്. എയുടെ പ്രോപ്പർട്ടികളാണ് എങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്? ബിയിലോട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. അപ്പം അവിടെ രണ്ട് ക്ലാസ്സുകളെ ഉണ്ടാവുകയുള്ളൂ, എയും ബിയും. മൂന്നാമതൊരു ക്ലാസ് ഉണ്ടാകില്ല. സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ രണ്ട് ക്ലാസ്സുകൾ, എയിൽ നിന്നും ബി കണക്ട് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് വൺ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. എ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്നും രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്, ന്യൂ ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ബിയും സിയുമായി. എയുടെ സവിശേഷതകൾ ബിയിലോട്ടും കൊടുക്കുന്നു, അതേപോലെ എയുടെ സിയിലോട്ടും. അപ്പോൾ ഇവിടെ ഇതിന് ഹൈറാർക്കിയൽ എന്ന് പറയും. അത് എയിൽ നിന്നും ബിയിലോട്ട് കൊടുക്കാം, ബിയിൽ നിന്നും പുതിയത് ഡി ഉണ്ടാക്കാം. അത് എത്ര വേണമെങ്കിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. സിംഗിൾ ആകുമ്പോൾ രണ്ടെണ്ണേ പാടുള്ളൂ. ഇവിടെ ലിമിറ്റില്ല ഹൈറാർക്കിയലിന്. മൂന്നാമത്തത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. എയുടെയും എ എന്ന് പറയുന്ന ബേസ് ക്ലാസിൻ്റെയും ബി എന്ന് പറയുന്ന ബേസ് ക്ലാസും കൂടി ചേർന്നിട്ട് സി എന്ന് പറഞ്ഞ ന്യൂ ക്ലാസ് ആയ ഡിറൈവ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം കൂടി ചേർന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. നെക്സ്റ്റ് മൾട്ടി ലെവൽ. മൾട്ടി ലെവൽ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത് പുതിയൊരു ഡിറൈവ് ക്ലാസ് ഉണ്ടാക്കുന്നു. എയുടെ സവിശേഷതകൾ ബിയിൽ ഉണ്ടായിരിക്കും, ബിയിൽ നിന്നും സി ഉണ്ടാകുന്നു. 1 by 1 ആയിട്ട് ഒന്നിന് താഴെ അടുത്തത് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇത് പോകുന്ന രീതിക്കാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ മൾട്ടി ലെവലിൻ്റെയും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എയിൽ നിന്നും ബി, എയിൽ നിന്നും സി. അത് ഹൈറാർക്കിയിലും വരുന്നുണ്ട്. എന്തായാലും ഹൈബ്രിഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ. ഇവിടെ എയിൽ നിന്നും ബി വരുന്നുണ്ട്, ബി റെഡി ക്ലിയർ ചെയ്തു, ബിയിൽ നിന്നും ഡി. അപ്പോൾ ഈ ഒരു ലെവൽ എ ബി ഡി എന്ന് പറയുന്നതിനെ മൾട്ടി ലെവലാണ്. ഇത് ചെയ്തിരിക്കുന്ന എയിൽ നിന്നും ബി, എയിൽ നിന്നും സി, ഇത് ഹൈറാർക്കിയൽ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനെയാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് മൾട്ടി ലെവലും മൾട്ടിപ്പിളും കൂടി ചേർത്ത് വെച്ചു നമുക്ക് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പിക്ചറുകളൊക്കെ പഠിച്ചു വെക്കണം. അത് എക്സാമിന് യൂസ് ചെയ്യുക. അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെക്കാൻ മറക്കരുത്. ഒന്നാമത്തെ ഇൻഹെറിറ്റൻസിൻ്റെ പേരാണ് സിംഗിൾ, എയിൽ നിന്നും ബി. രണ്ടാമത്തെ ഹൈറാർക്കിയൽ, എയിൽ നിന്നും ബിയും വരുന്നു, സിയും വരുന്നു. മൂന്നാമത്തത് മൾട്ടിപ്പിൾ, എയും ബിയും കൂടി ചേർന്നുണ്ടാകുന്ന ഡിറൈവ് ക്ലാസ്, പുതിയ ക്ലാസ്സിനാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നാലാമത്തത് മൾട്ടി ലെവൽ, എയിൽ നിന്നും ബിയും ബിയിൽ നിന്നും സിയും. അങ്ങനെ 1 by 1 ആയിട്ട് താഴോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് മൾട്ടി ലെവൽ. ഈ ആരോ മാർക്ക് അപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബിയിൽക്ക് കിട്ടിയിരിക്കുന്നത് എയിൽ നിന്നുള്ള പ്രോപ്പർട്ടികളാണ്, സിയിൽ കിട്ടിയിരിക്കുന്നത് ബിയുടെയാണ്. ബിയുടെ വരുമ്പോൾ ഓൾറെഡി അത് എയിൽ നിന്നും വരുന്നത് കൂടിയാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഹൈബ്രിഡ് എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. ഒന്നുകിൽ അത് മൾട്ടിപ്പിളും മൾട്ടി ലെവലിൻ്റെയും കൂടി കോമ്പിനേഷൻ ആകാം, അല്ലെങ്കിൽ ഹൈറാർക്കിയലിൻ്റെയും മൾട്ടി ലെവലിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആകാം. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ വ്യത്യസ്തമായ രണ്ട് ഇൻഹെറിറ്റൻസുകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് വൺ പോളിമോർഫിസം. പോളി മീൻസ് മെനി, മോർഫ് മീൻസ് ഷേപ്പ്. സോ
polymorphism can be defined as the ability to express different forms. അതായത് പോളിമോർഫിസം എന്ന് ഉപയോഗിക്കുന്നത് ഒരു ഫംഗ്ഷൻ തന്നെ സെയിം പേരിലാണ് എല്ലാ ഫംഗ്ഷൻ്റെ പേരുകളെല്ലാം സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ എബിലിറ്റികൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ സ്കൂളിൽ വന്നാൽ ഒരു രീതി, അധ്യാപകരുടെയും മുമ്പിൽ ഒരു രീതിയും, നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ ഒരു രീതി, വീട്ടിൽ വേറെ രീതി, നാട്ടിൽ വേറെ രീതി. ഒരു വ്യക്തിയാണ് പല തരത്തിൽ പല രൂപത്തിൽ കാണുന്നത്. അതിനെയാണ് ഈ പോളിമോർഫിസം എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് പോളിമോർഫിസം ഉണ്ട്. റൺ ടൈം പോളിമോർഫിസവും കമ്പൈലർ ടൈം പോളിമോർഫിസവും. രണ്ട് ടൈപ്പ് പോളിമോർഫിസം, റൺ ടൈം, കമ്പൈലർ ടൈം പോളിമോർഫിസം. കമ്പൈലർ ടൈം പോളിമോർഫിസം, early binding or static polymorphism, runtime polymorphism, late binding and dynamic binding. ഇപ്പോൾ ഈ പിക്ചറുകൾ ഒക്കെ ഒന്ന് വരച്ച് വെക്കുകയും എഴുതി വെക്കുകയും ചെയ്യണം. പോളിമോർഫിസം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റൺ ടൈം, കമ്പൈലർ ടൈം. കമ്പൈലർ ടൈം രണ്ടായിട്ട് ഫങ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഫസ്റ്റ് വൺ കമ്പൈൽ ടൈം പോളിമോർഫിസം. ഈ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ വർക്കിംഗ് തുടങ്ങുന്നത്. അതിൽ തന്നെ കമ്പൈൽ പോളിമോർഫിസത്തിൽ രണ്ടെണ്ണം പറയുന്നുണ്ട്, ഫങ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ഫങ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത് ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്, ഏരിയ എന്നാണ് ഫങ്ഷൻ്റെ പേര്. പക്ഷെ അത് ഒരേ പേരിൽ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് സർക്കിളിന് വേണ്ടി ഉപയോഗിക്കുന്നു, രണ്ടാമത് റെക്റ്റാങ്കിൾ. ഇതെല്ലാം ഏരിയയാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാം, സർക്കിളിൻ്റെ ഏരിയ കാണാം. പക്ഷെ എല്ലാത്തിനും കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ഏരിയ. പക്ഷേ ഓരോന്നിനും വേറെ വേറെ ഒബ്ജക്റ്റുകളാണ്, സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഏരിയ ഓരോന്നിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സെയിം ഫംഗ്ഷൻ നെയിം വിത്ത് ഡിഫറെൻ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൽ വരുന്നത്. ഒരേ പേരും പക്ഷേ അതിൽ വരുന്ന പാരാമീറ്റർ വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇവിടെ ഏരിയ ഇൻഡ് ഒരു പാരാമീറ്റർ മതി, അല്ലെങ്കിൽ സിഗ്നേച്ചർ മതി. രണ്ടാമത് ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പം ഏരിയ 2 ഇൻഡ് ഉപയോഗിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് ഫ്ലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാരക്ടർ കൊടുക്കാം. ഏതെങ്കിലും രീതിയിൽ പാരാമീറ്റർ വ്യത്യാസപ്പെട്ടിരിക്കണം. ഒന്നുകിൽ ഡാറ്റ ടൈപ്പിൻ്റെ കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ ഇൻഡും താഴെ ഏരിയ, അതിൽ ഒരെണ്ണം മതി, പക്ഷെ അത് ഒന്നുകിൽ അത് ഫ്ലോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ലോങ് ഡബിള്. പാരാമീറ്ററിൻ്റെ ടൈപ്പിൻ്റെ വ്യത്യാസപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ പാരാമീറ്റർ കൊടുക്കുന്ന എണ്ണത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കണം. ഏതെങ്കിലും ഒരു രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കണം. ഏതിന്? ഫംഗ്ഷൻ ഓവർലോഡിങ്. സെയിം ഫംഗ്ഷൻ നെയിം വിത്ത് ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് എന്നാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഫംഗ്ഷൻ ഓവർലോഡിങ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു ഐഡിയ ഞാൻ കൊണ്ടുവരികയാണ്. ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, വീട്ടിലുണ്ടായിരിക്കാം, ടാപ്പ് വെള്ളം തുറക്കുന്നത്. ഇടത്തോട്ട് തിരിച്ചാൽ ചൂടുവെള്ളം, വലത്തോട്ട് തിരിച്ചാൽ തണുത്ത വെള്ളം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റാണ് 2 സ്വഭാവങ്ങൾ കാണിക്കുന്നത്. വലത്തോട്ടും ഇടത്തോട്ടും മാറുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ സ്റ്റൈല് മാറുകയാണ്, ചൂട് തണുപ്പ് എന്നുള്ള രീതിയിൽ. അങ്ങനെ കാണിക്കുന്നത്. അതിൻ്റെ പേരെന്താണ്? ടാപ്പ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഇവിടെ ഏരിയ പറയുമ്പോൾ ഒന്ന് സർക്കിളിൻ്റെ ആണെങ്കിൽ ഒന്ന് റെക്റ്റാങ്കിളിൻ്റെ ആണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ഫംഗ്ഷൻ ഓവർലോഡിങ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കമ്പൈലർ ടൈം പോളിമോർഫിസത്തിൽ രണ്ടാമത്തെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എന്താണ്? പ്ലസ്, മൈനസ്, ഈക്വൽ, സ്റ്റാർ. ഈ ഒരു ഓപ്പറേറ്ററുകൾ 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ, നമുക്ക് പ്ലസ് ഉപയോഗിച്ചാൽ 2 സംഖ്യകൾ ഇവിടെ കണ്ട്, അഡീഷന് വേണ്ടി നമുക്ക് 4 + 5, അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? പ്ലസ് ആണ്. സെയിം ഓപ്പറേറ്റർ ആണ്. പക്ഷെ അതേപോലെ ഇവിടെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. T1, T2 ആൻഡ് T3 3 ഒബ്ജക്ട്സ് ക്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ടൈമിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ടൈമിൻ്റെ സീക്വൻസ് റെപ്രസെൻ്റ് ചെയ്യുമ്പം ഹവർ, മിനിറ്റ്, സെക്കൻഡ് ആണ്.
പക്ഷെ ഇതും കൂടെ 3ഉം കൂടി കൂട്ടി ചേർക്കുകയല്ല. ഇവിടെ 4ഉം 5ഉം കൂട്ടിയാൽ 9 കിട്ടും. പക്ഷെ ഇവിടെ ഹവറും മിനിറ്റും സെക്കൻഡും കൂടെ കൂട്ടിയിട്ട് ഒറ്റ സംഖ്യ കിട്ടാനില്ല, സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അന്നേരം നമ്മൾ പ്ലസ് ഉപയോഗിച്ചാൽ മതി. അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രിങ് ആഡ് ചെയ്യുന്നത്. സ്കൂളിൻ്റെ പേര് SVHS എന്നാണെങ്കിൽ സ്ഥലം പാലേമാട് തന്നെ ആയിക്കോട്ടെ. അപ്പം എങ്ങനെ നമ്മൾ ചെയ്യുക? ഒന്നാമത്തെ സ്ട്രിങ്ങും രണ്ടാമത്തെ സ്ട്രിങ്ങും കൂടെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് വേണമെങ്കിൽ പ്ലസ് ഉപയോഗിക്കാം. അപ്പോൾ പ്ലസ് ഇവിടെ അഡീഷൻ എന്ന് പറയുമ്പോൾ സംഖ്യകൾക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്, സ്ട്രിങ് ആഡ് ചെയ്യുന്ന രീതിയിലും അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നാണ് പറയുന്നത്. പോളിമോർഫിസം 2 ടൈപ്പ് പറഞ്ഞു. ഒന്നാമത് കമ്പൈലർ ടൈം പോളിമോർഫിസം, അതിൽ 2 എണ്ണം ഫംഗ്ഷൻ ഓവർലോഡിങ്ങും രണ്ടാമത് ഓപ്പറേറ്റർ ഓവർലോഡിങ്. രണ്ടാമത്തെ ടൈപ്പാണ് റൺ ടൈം പോളിമോർഫിസം. റൺ ടൈം പോളിമോർഫിസം refers to the binding of a function definition with the function called during runtime. It uses the concept of pointers and inheritance. റൺ ടൈം പോളിമോർഫിസം നമ്മൾ ഉപയോഗിക്കുന്നത് റൺ ടൈമിലാണ്. പ്രോഗ്രാം റൺ ടൈമിൽ ആണ് ഇതിൻ്റെ വർക്കിംഗ് ആരംഭിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിന് നമ്മൾ പോയിന്റേഴ്സിലും ഇൻഹെറിറ്റൻസിലുമാണ് റൺ ടൈം പോളിമോർഫിസം ഉപയോഗിക്കുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതും അതേപോലെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചും. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏരിയ ഇൻഡ് ഏരിയ ഓഫ് ഇൻഡ് എസ്, അതാണ് സ്ക്വയറിന് കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഹെഡർ. അതിലതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, എസ് ഇൻറ്റു എസ്. അതേപോലെ റെക്റ്റാങ്കിൾ ബോക്സ് കൊടുത്തപ്പം പേര് സെയിം ആണ്, ഏരിയ. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന സിഗ്നേച്ചർ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ഇൻഡ് S1, ഇൻഡ് S2, സെയിം ഫംഗ്ഷൻ നെയിമും പക്ഷേ ഡിഫറെൻ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റുമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. റെക്റ്റാങ്കിളിന് ഒരു സൈഡ് കൊടുത്താൽ പോരാ, 2 എണ്ണം വേണം. അതാണ് 2 എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കണം. ഒന്നിൽ അത് ഡേറ്റ ടൈപ്പിൻ്റെ കാര്യത്തിൽ, ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ, ഫ്ലോട്ട്, അങ്ങനെ ഒന്നിൽ വ്യത്യാസപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചറിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലോ വ്യത്യാസപ്പെട്ടിരിക്കേണ്ടതാണ്. അതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നിങ്ങൾക്ക് എഴുതി വെക്കാം ഈ പ്രോഗ്രാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റുകളാണ് പഠിക്കേണ്ടത്. ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇൻഹെറിറ്റൻസ് തന്നെ 5 എണ്ണം, മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ, ഹൈബ്രിഡ്, ഹൈറാർക്കിയൽ. പോളിമോർഫിസം 2 എണ്ണം, റൺ ടൈം പോളിമോർഫിസം, കമ്പൈലർ ടൈം പോളിമോർഫിസം. കമ്പൈലർ ടൈമിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നോട്ട് കുറിച്ച് വെച്ചിട്ട് എഴുതുക. ചെറിയ ചാപ്റ്ററാണ്, 5 മാർക്കും 6 മാർക്കിനൊക്കെ വരുന്നതാണ്. സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. എന്താണ് ഇൻഹെറിറ്റൻസ്, അത് എത്ര ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പോളിമോർഫിസം എത്ര എണ്ണം ഉണ്ട്, അത് എത്ര ടൈപ്പ് ഉണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ, ഇതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അറിയേണ്ട ആവശ്യവുമില്ല, അതവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു പ്രവർത്തനമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയും. എക്സ്റ്റേണൽ സോഴ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഔട്ട്സൈഡിൽ നിന്ന് അത് ആക്സസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ATM കൗണ്ടർ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് കോൺസെപ്റ്റ്, ഡേറ്റ എൻക്യാപ്സുലേഷൻ. ഡേറ്റ എൻക്യാപ്സുലേഷൻ ഉദ്ദേശിക്കുന്നത് ഡേറ്റയും ഫങ്ഷനും കൂടി ഒറ്റ യൂണിറ്റാക്കി മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് ഡേറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ബൈൻഡിങ് ടുഗദർ ദ ഡേറ്റ ആൻഡ് ഫങ്ഷൻസ്.
ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒറ്റ യൂണിറ്റാക്കി മാറ്റുമ്പം നമ്മളതിന് വിസിബിലിറ്റി മോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആക്സസ് ചെയ്യുന്ന മെത്തേഡുകൾ അത് 3 പ്രൈവറ്റ്, പ്രൊട്ടക്റ്റ് ആൻഡ് പബ്ലിക്. ഇങ്ങനെ 3 രീതിയിലാണ് വിസിബിലിറ്റി മോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. വിസിബിലിറ്റി മോഡുകൾ ക്ലാസിൻ്റെ ഡിക്ലറേഷനിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഡീഫാൾട്ട് ആയിട്ട് വരുന്ന വിസിബിലിറ്റി മോഡ് പ്രൈവറ്റ് ആയിരിക്കും. മെമ്പേഴ്സ് ഡിക്ലയർഡ് അണ്ടർ പ്രൈവറ്റ് സെക്ഷൻ ആർ നോട്ട് വിസിബിൾ ഔട്ട്സൈഡ് ദി ക്ലാസ്. പ്രൈവറ്റ് സെക്ഷനാണ് വിസിബിലിറ്റി മോഡ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ക്ലാസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതായത് ക്ലാസിൻ്റെ ഡെഫിനിഷൻ്റെയും ഡിക്ലറേഷൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. Members declared as protect are visible to its derived class but not outside the class. അതായത് രണ്ടാമത്തെ വിസിബിലിറ്റി മോഡായ പ്രൊട്ടക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡിറൈവ് ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. 2 ക്ലാസ് ഉണ്ടെങ്കിൽ ഡിറൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അതായത് അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട് എന്താണ് ഡിറൈവ് ക്ലാസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ എവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല? മെയിൻ പ്രോഗ്രാമിൽ നിന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഔട്ട്സൈഡ് ദി ക്ലാസ്, ക്ലാസിൻ്റെ പുറത്തുനിന്ന് ഉദ്ദേശിക്കുന്ന മെയിൻ പ്രോഗ്രാമാണ്, അവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇത് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ വിസിബിലിറ്റി മോഡ് 3ാമത്തെ മോഡായ പബ്ലിക് ഉപയോഗിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ നിന്നുകൊണ്ട് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്രൊട്ടക്റ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിലും കഴിയുകയും അതേപോലെ ഡിറൈവ് ക്ലാസ് ഉണ്ടായെങ്കിൽ ഡിറൈവ് ക്ലാസ്സിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് ക്ലാസ്സിൽ നിന്ന് പറ്റില്ല. പക്ഷേ 3ാമത്തെ മെത്തേഡായ പബ്ലിക് വിസിബിലിറ്റി മോഡാണെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ടോ ഡിറൈവ് ക്ലാസ്സിൽ നിന്നോ മെയിൻ പ്രോഗ്രാമിൽ നിന്നോ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പബ്ലിക് വിസിബിലിറ്റി മോഡ്. നെക്സ്റ്റ് വൺ, മോഡുലാരിറ്റി. മോഡുലാരിറ്റി ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ, സ്കൂൾ സോഫ്റ്റ്വെയർ, അത് നമ്മൾ 2 ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും. ഒന്ന് സ്റ്റുഡൻറ്റ്, രണ്ടാമത്തെ ടീച്ചർ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് മാറുന്നത്. അപ്പോൾ 2 മൊഡ്യൂളുകളായി മാറ്റുന്നു. അതിനെയാണ് മോഡുലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണ്. സ്കൂളിൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ വേണം. റിഫ്രഷ്മെൻറ്റ്, റിസപ്ഷന്, അതുപോലെ പ്രോഗ്രാം, അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഓരോ സെക്ഷന് സെപ്പറേറ്റ് മൊഡ്യൂളുകളാക്കി മാറ്റുമ്പോൾ വർക്കിംഗ് എളുപ്പമാകുകയും ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ഒരു നമ്മുടെ കലാമേളയായി മാറുന്നത്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക മൊഡ്യൂളുകളാക്കി. അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിനെയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഹെറിറ്റൻസ്. Inheritance is the process by which objects of one class acquire the properties and functionalities of another class. Inheritance supports the concept of hierarchical classification and reusability. Inheritance നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ സവിശേഷതകൾ മക്കളിലോട്ട് വരിക, അതുതന്നെയാണ് ഇൻഹെറിറ്റൻസ്. ചിലപ്പോൾ അവരുടെ മുടിയുടെ സ്റ്റൈല്, അല്ല എങ്കിൽ നിറം, ഹൈറ്റ്, വെയ്റ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. മാതാപിതാക്കൾ മക്കളിലോട്ട് ഷെയർ ചെയ്യപ്പെടും. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്ന ഇൻഹെറിറ്റൻസ്. ഒരു ക്ലാസ്, അതിൻ്റെ പേരാണ് വെഹിക്കിൾ. അതിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നു, ലാൻഡ് വെഹിക്കിളായിട്ടും വാട്ടർ വെഹിക്കിളായിട്ടും. അപ്പം വെഹിക്കിൾ പറയുന്ന കുറച്ച് പ്രോപ്പർട്ടികൾ എങ്ങോട്ട് ഷെയർ ചെയ്യപ്പെടും? ലാൻഡ് വെഹിക്കിളിലും വാട്ടറിലും. വീണ്ടും ലാൻഡ് വെഹിക്കിളെ ഡിവൈഡ് ചെയ്ത് പോകുന്നു, കാറ്, ട്രക്ക്. വാട്ടർ ആകുമ്പോൾ ബോട്ട്. അപ്പോൾ അതിലോട്ട് മെയിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പം മെയിൻ ക്ലാസ്സിൽ നിന്നും സബ് ക്ലാസ്സുകളിലോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇൻഹെറിറ്റൻസ്.
Different forms of inheritance are single inheritance, multiple inheritance, multi-level inheritance, hierarchical inheritance and hybrid inheritance. ഇൻഹെറിറ്റൻസ് തന്നെ പല തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ, മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ, ഹൈറാർക്കിയൽ, ഹൈബ്രിഡ്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ചിത്രം കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. അത് എ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഇതിന് പറയുന്നത് ബേസ് ക്ലാസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ക്ലാസ് എന്ന് പറയും. ഈ ക്ലാസ്സിൽ നിന്നും രണ്ടാമതൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും അല്ലെങ്കിൽ ന്യൂ ക്ലാസ്. എയുടെ പ്രോപ്പർട്ടികളാണ് എങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്? ബിയിലോട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. അപ്പം അവിടെ രണ്ട് ക്ലാസ്സുകളെ ഉണ്ടാവുകയുള്ളൂ, എയും ബിയും. മൂന്നാമതൊരു ക്ലാസ് ഉണ്ടാകില്ല. സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ രണ്ട് ക്ലാസ്സുകൾ, എയിൽ നിന്നും ബി കണക്ട് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് വൺ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. എ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്നും രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്, ന്യൂ ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ബിയും സിയുമായി. എയുടെ സവിശേഷതകൾ ബിയിലോട്ടും കൊടുക്കുന്നു, അതേപോലെ എയുടെ സിയിലോട്ടും. അപ്പോൾ ഇവിടെ ഇതിന് ഹൈറാർക്കിയൽ എന്ന് പറയും. അത് എയിൽ നിന്നും ബിയിലോട്ട് കൊടുക്കാം, ബിയിൽ നിന്നും പുതിയത് ഡി ഉണ്ടാക്കാം. അത് എത്ര വേണമെങ്കിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. സിംഗിൾ ആകുമ്പോൾ രണ്ടെണ്ണേ പാടുള്ളൂ. ഇവിടെ ലിമിറ്റ് ഇല്ല ഹൈറാർക്കിയലിന്. മൂന്നാമത്തത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. എയുടെയും എ എന്ന് പറയുന്ന ബേസ് ക്ലാസിൻ്റെയും ബി എന്ന് പറയുന്ന ബേസ് ക്ലാസും കൂടി ചേർന്നിട്ട് സി എന്ന് പറഞ്ഞ ന്യൂ ക്ലാസ് ആയ ഡിറൈവ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം കൂടി ചേർന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. നെക്സ്റ്റ് മൾട്ടി ലെവൽ. മൾട്ടി ലെവൽ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത് പുതിയൊരു ക്ലാസ് ഉണ്ട്, ഡിറൈവ് ക്ലാസ് ഉണ്ടാക്കുന്നു. എയുടെ സവിശേഷതകൾ ബിയിൽ ഉണ്ടായിരിക്കും, ബിയിൽ നിന്നും സി ഉണ്ടാകുന്നു. 1 by 1 ആയിട്ട് ഒന്നിന് താഴെ അടുത്തത് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇത് പോകുന്ന രീതിക്കാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ മൾട്ടി ലെവലിൻ്റെയും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എയിൽ നിന്നും ബി, എയിൽ നിന്നും സി. അത് ഹൈറാർക്കിയിലും വരുന്നുണ്ട്. എന്തായാലും ഹൈബ്രിഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ. ഇവിടെ എയിൽ നിന്നും ബി വരുന്നുണ്ട്, ബി റെഡി ക്ലിയർ ചെയ്തു, ബിയിൽ നിന്നും ഡി. അപ്പോൾ ഈ ഒരു ലെവൽ എ ബി ഡി എന്ന് പറയുന്നതിനെ മൾട്ടി ലെവലാണ്. ഇത് ചെയ്തിരിക്കുന്ന എയിൽ നിന്നും ബി, എയിൽ നിന്നും സി, ഇത് ഹൈറാർക്കിയൽ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനെയാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് മൾട്ടി ലെവലും മൾട്ടിപ്പിളും കൂടി ചേർത്ത് വെച്ച് നമുക്ക് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പിക്ചറുകളൊക്കെ പഠിച്ചു വെക്കണം. അത് എക്സാമിന് യൂസ് ചെയ്യുക. അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെക്കാൻ മറക്കരുത്. ഒന്നാമത്തെ ഇൻഹെറിറ്റൻസ് പേരാണ് സിംഗിൾ, എയിൽ നിന്നും ബി. രണ്ടാമത്തെ ഹൈറാർക്കിയൽ, എയിൽ നിന്നും ബിയും വരുന്നു, സിയും വരുന്നു. മൂന്നാമത്തത് മൾട്ടിപ്പിൾ, എയും ബിയും കൂടി ചേർന്നുണ്ടാകുന്ന ഡിറൈവ് ക്ലാസ്, പുതിയ ക്ലാസ്സിനാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നാലാമത്തത് മൾട്ടി ലെവൽ, എയിൽ നിന്നും ബിയും ബിയിൽ നിന്നും സിയും. അങ്ങനെ 1 by 1 ആയിട്ട് താഴോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് മൾട്ടി ലെവൽ. ഈ ആരോ മാർക്ക് അപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബിയിൽക്ക് കിട്ടിയിരിക്കുന്നത് എയിൽ നിന്നുള്ള പ്രോപ്പർട്ടികളാണ്, സിയിൽ കിട്ടിയിരിക്കുന്നത് ബിയുടെയാണ്. ബിയുടെ വരുമ്പോൾ ഓൾറെഡി അത് എയിൽ നിന്നും വരുന്നത് കൂടിയാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഹൈബ്രിഡ് എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. ഒന്നുകിൽ അത് മൾട്ടിപ്പിളും മൾട്ടി ലെവലിൻ്റെയും കൂടി കോമ്പിനേഷൻ ആകാം, അല്ലെങ്കിൽ ഹൈറാർക്കിയലിൻ്റെയും മൾട്ടി ലെവലിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആകാം. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ വ്യത്യസ്തമായ രണ്ട് ഇൻഹെറിറ്റൻസുകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് വൺ polymorphism. Poly means many, morph means shape. So polymorphism can be defined as the ability to express different forms.
അതായത് പോളിമോർഫിസം എന്ന് ഉപയോഗിക്കുന്നത് ഒരു ഫംഗ്ഷൻ തന്നെ സെയിം പേരിലാണ് എല്ലാ ഫംഗ്ഷൻ്റെ പേരുകളെല്ലാം സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ എബിലിറ്റികൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ സ്കൂളിൽ വന്നാൽ ഒരു രീതി, അധ്യാപകരുടെയും മുമ്പിൽ ഒരു രീതിയും, നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ ഒരു രീതി, വീട്ടിൽ വേറെ രീതി, നാട്ടിൽ വേറെ രീതി. ഒരു വ്യക്തിയാണ് പല തരത്തിൽ പല രൂപത്തിൽ കാണുന്നത്. അതിനെയാണ് ഈ പോളിമോർഫിസം എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് പോളിമോർഫിസം ഉണ്ട്. റൺ ടൈം പോളിമോർഫിസവും കമ്പൈലർ ടൈം പോളിമോർഫിസവും. 2 ടൈപ്പ് പോളിമോർഫിസം, റൺ ടൈം, കമ്പൈലർ ടൈം പോളിമോർഫിസം. കമ്പൈലർ ടൈം പോളിമോർഫിസം എയർലി ബൈൻഡിങ് ഓർ സ്റ്റാറ്റിക് പോളിമോർഫിസം. റൺ ടൈം പോളിമോർഫിസത്തിന് ലേറ്റ് ബൈൻഡിങ് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്. അപ്പോൾ ഈ പിക്ചറുകൾ ഒക്കെ ഒന്ന് വരച്ച് വെക്കുകയും എഴുതി വെക്കുകയും ചെയ്യണം. പോളിമോർഫിസം 2 തിരിച്ചിട്ടുണ്ട്: റൺ ടൈം, കമ്പൈലർ ടൈം. കമ്പൈലർ ടൈം 2 ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഫസ്റ്റ് വൺ, കമ്പൈൽ ടൈം പോളിമോർഫിസം. ഈ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ വർക്കിംഗ് തുടങ്ങുന്നത്. അതിൽ തന്നെ കമ്പൈൽ പോളിമോർഫിസത്തിൽ 2 പറയുന്നുണ്ട്: ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഏരിയ എന്നാണ് ഫംഗ്ഷന്റെ പേര്. പക്ഷെ അത് ഒരേ പേരിൽ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് സർക്കിളിന് വേണ്ടി ഉപയോഗിക്കുന്നു. രണ്ടാമത് റെക്റ്റാങ്കിൾ. ഇതെല്ലാം ഏരിയയാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാം, സർക്കിളിൻ്റെ ഏരിയ കാണാം. പക്ഷെ എല്ലാത്തിനും കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ഏരിയ. പക്ഷെ ഓരോന്നിനും വേറെ വേറെ ഒബ്ജക്റ്റുകളാണ്: സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഏരിയ ഓരോന്നിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സെയിം ഫംഗ്ഷൻ നെയിം വിത്ത് ഡിഫറെൻ്റ് ആർഗ്യുമെന്റ് ലിസ്റ്റാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൽ വരുന്നത്. ഒരേ പേരും പക്ഷേ അതിൽ വരുന്ന പാരാമീറ്റർ വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇവിടെ ഏരിയ ഇൻഡ് ഒരു പാരാമീറ്റർ മതി, അല്ലെങ്കിൽ സിഗ്നേച്ചർ മതി. രണ്ടാമത് ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പം ഏരിയ 2 ഇൻഡ് ഉപയോഗിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് ഫ്ലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാരക്ടർ കൊടുക്കാം. ഏതെങ്കിലും രീതിയിൽ പാരാമീറ്റർ വ്യത്യാസപ്പെട്ടിരിക്കണം. ഒന്നുകിൽ ഡാറ്റ ടൈപ്പിൻ്റെ കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ ഇൻഡും താഴെ ഏരിയ, അതിൽ ഒരെണ്ണം മതി. പക്ഷെ അത് ഒന്നുകിൽ അത് ഫ്ലോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ലോങ് ഡബിള്. പാരാമീറ്ററിന്റെ ടൈപ്പിന്റെ വ്യത്യാസപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ പാരാമീറ്റർ കൊടുക്കുന്ന എണ്ണത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കണം. ഏതെങ്കിലും ഒരു രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കണം. ഏതിന്? ഫംഗ്ഷൻ ഓവർലോഡിങ്. സെയിം ഫംഗ്ഷൻ നെയിം വിത്ത് ഡിഫറെന്റ് ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്നാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഫംഗ്ഷൻ ഓവർലോഡിങ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു ഐഡിയ ഞാൻ കൊണ്ടുവരികയാണ്. ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, വീട്ടിലുണ്ടായിരിക്കാം. ടാപ്പ്, വെള്ളം തുറക്കുന്നത് ഇടത്തോട്ട് തിരിച്ചാൽ ചൂടുവെള്ളം, വലത്തോട്ട് തിരിച്ചാൽ തണുത്ത വെള്ളം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റാണ് 2 സ്വഭാവങ്ങൾ കാണിക്കുന്നത്. വലത്തോട്ടും ഇടത്തോട്ടും മാറുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ സ്റ്റൈൽ മാറുകയാണ്, ചൂട്, തണുപ്പ് എന്നുള്ള രീതിയിൽ. അങ്ങനെ കാണിക്കുന്നത്. അതിൻ്റെ പേരെന്താണ്? ടാപ്പ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഇവിടെ ഏരിയ പറയുമ്പോൾ ഒന്ന് സർക്കിളിൻ്റെ ആണെങ്കിൽ ഒന്ന് റെക്റ്റാങ്കിളിൻ്റെ ആണ് ഏരിയ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ഫംഗ്ഷൻ ഓവർലോഡിങ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കമ്പൈലർ ടൈം പോളിമോർഫിസത്തിൽ രണ്ടാമത്തെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എന്താണ്? പ്ലസ്, മൈനസ്, ഈക്വൽ, സ്റ്റാർ. ഈ ഒരു ഓപ്പറേറ്ററുകൾ 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ, നമുക്ക് പ്ലസ് ഉപയോഗിച്ചാൽ 2 സംഖ്യകൾ ഇവിടെ കണ്ട് അഡീഷന് വേണ്ടി നമുക്ക് 4+5, അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? പ്ലസ് ആണ്. സെയിം ഓപ്പറേറ്റർ ആണ്. പക്ഷെ അതേപോലെ ഇവിടെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. T1, T2 ആൻഡ് T3 3 ഒബ്ജക്ട്സ് ക്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ടൈമിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് ടൈമിൻ്റെ സീക്വൻസ് റെപ്രസെൻ്റ് ചെയ്യുമ്പം ഹവർ, മിനിറ്റ്, സെക്കൻഡ് ആണ്. പക്ഷെ ഇതും കൂടെ 3 കൂടി കൂട്ടി ചേർക്കുകയല്ല. ഇവിടെ 4ഉം 5ഉം കൂട്ടിയാൽ 9 കിട്ടും. പക്ഷെ ഇവിടെ ഹവറും മിനിറ്റും
സെക്കൻഡൂടെ കൂട്ടിയിട്ട് ഒറ്റ സംഖ്യ കിട്ടാനില്ല, സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അന്നേരം നമ്മൾ പ്ലസ് ഉപയോഗിച്ചാൽ മതി. അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രിങ് ആഡ് ചെയ്യുന്നത്. സ്കൂളിൻ്റെ പേര് SVHS എന്നാണെങ്കിൽ സ്ഥലം പാലയമാട് തന്നെ ആയിക്കോട്ടെ. അപ്പം എങ്ങനെ നമ്മൾ ചെയ്യുക? ഒന്നാമത്തെ സ്ട്രിങ്ങും രണ്ടാമത്തെ സ്ട്രിങ്ങും കൂടെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് വേണമെങ്കിൽ പ്ലസ് ഉപയോഗിക്കാം. അപ്പോൾ പ്ലസ് ഇവിടെ അഡീഷൻ എന്ന് പറയുമ്പോൾ സംഖ്യകൾക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്, സ്ട്രിങ് ആഡ് ചെയ്യുന്ന രീതിയിലും അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നാണ് പറയുന്നത്. പോളിമോർഫിസം 2 ടൈപ്പ് പറഞ്ഞു. ഒന്നാമത് കമ്പൈലർ ടൈം പോളിമോർഫിസം, അതിൽ 2 എണ്ണം ഫംഗ്ഷൻ ഓവർലോഡിങ്ങും രണ്ടാമത് ഓപ്പറേറ്റർ ഓവർലോഡിങ്. രണ്ടാമത്തെ ടൈപ്പാണ് റൺ ടൈം പോളിമോർഫിസം. റൺ ടൈം പോളിമോർഫിസം refers to the binding of a function definition with the function called during runtime. It uses the concept of pointers and inheritance. റൺ ടൈം പോളിമോർഫിസം നമ്മൾ ഉപയോഗിക്കുന്നത് റൺ ടൈമിലാണ്. പ്രോഗ്രാം റൺ ടൈമിൽ ആണ് ഇതിൻ്റെ വർക്കിംഗ് ആരംഭിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിന് നമ്മൾ പോയിന്റേഴ്സിലും ഇൻഹെറിറ്റൻസിലുമാണ് റൺ ടൈം പോളിമോർഫിസം ഉപയോഗിക്കുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതും അതേപോലെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചും. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏരിയ ഓഫ് ഇൻഡിയസ്, അതാണ് സ്ക്വയറിന് കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഹെഡർ. അതിലതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, S. അതേപോലെ റെക്റ്റാങ്കിൾ ബോക്സ് കൊടുത്തപ്പം പേര് സെയിം ആണ്, ഏരിയ. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന സിഗ്നേച്ചർ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് INT_S1, INT_S2 സെയിം ഫംഗ്ഷൻ നെയിമും പക്ഷേ ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ലിസ്റ്റുമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. റെക്റ്റാങ്കിളിന് ഒരു സൈഡ് കൊടുത്താൽ പോരാ, 2 എണ്ണം വേണം. അതാണ് 2 എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കണം. ഒന്നിൽ അത് ഡേറ്റ ടൈപ്പിൻ്റെ കാര്യത്തിൽ, ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ, ഫ്ലോട്ട്, അങ്ങനെ ഒന്നിൽ വ്യത്യാസപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചറിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലോ വ്യത്യാസപ്പെട്ടിരിക്കേണ്ടതാണ്. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നിങ്ങൾക്ക് എഴുതി വെക്കാം ഈ പ്രോഗ്രാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റുകളാണ് പഠിക്കേണ്ടത്. ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇൻഹെറിറ്റൻസ് തന്നെ 5 എണ്ണം: മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ, ഹൈബ്രിഡ്, ഹൈറാർക്കിയൽ. പോളിമോർഫിസം 2 എണ്ണം: റൺ ടൈം പോളിമോർഫിസം, കമ്പൈലർ ടൈം പോളിമോർഫിസം. കമ്പൈലർ ടൈമിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നോട്ട് കുറിച്ച് വെച്ചിട്ട് എഴുതുക. ചെറിയ ചാപ്റ്ററാണ്, 5 മാർക്കും 6 മാർക്കിനൊക്കെ വരുന്നതാണ്. സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. എന്താണ് ഇൻഹെറിറ്റൻസ്, അത് എത്ര ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പോളിമോർഫിസം എത്ര എണ്ണം ഉണ്ട്, അത് എത്ര ടൈപ്പ് ഉണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ, ഇതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.